സാറിനെ പേടി മാറ്റിത്തരാൻ നല്ലൊരു സർപ്രൈസ് ഞാൻ കാണിച്ചു തരാം. ഈ കിടപ്പ് കിടക്കുമ്പോഴോ? അതിനെന്താ സാറേ, ഈ കിടപ്പ് കിടന്നോണ്ട് തന്നെ അത് കാണണം. ഞാനിപ്പോ വരാം. ഇനി പേടിക്കൊന്നും വേണ്ട. കുറച്ച് സമയത്തിനുള്ളിൽ ഹി വിൽ ബി ഓൾ റൈറ്റ്. മോളെ, മോളെ, എന്താ നവീന് സംഭവിച്ചേ? എവിടെ വെച്ചാ മോള് നവീനെ കണ്ടേ? ഇപ്പതാ ഇവിടെ അടുത്ത റോഡിൽ വെച്ച്. നവീൻ ഇങ്ങനെ ലക്ഷ്യമില്ലാതെ നടക്കായിരുന്നു. വണ്ടിയുടെ ഇടയിൽ കൂടെ ഒരു വണ്ടി തട്ടി ബോധം പോയെന്നാ തോന്നുന്നത്. മാണിക്കുഞ്ഞെ, നവീൻ റോഡിൽ ബോധം കെട്ടു വീണു. ഇവരെ വണ്ടിയിൽ കൊണ്ടുവന്നേ? അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കഥപടങ്ങനെ ഇവിടെ വന്നു, അതും ഈ മോളിക്കുട്ടിയുടെ വണ്ടിയില്. അത് അന്വേഷിക്കലാണോ ഇപ്പോഴത്തെ കാര്യം? താമ്പാ, പെട്ടെന്ന് ഡോക്ടറെ കണ്ട് കാര്യം തിരക്കമ്പാ. കൃഷ്ണ, നമുക്ക് പോവാം. നമ്മൾ ഇവിടെ നിന്ന് ശരിയാവില്ല. നവീൻ ഈ അവസ്ഥയിൽ കണ്ടിട്ട് പോകാൻ എനിക്ക് പറ്റില്ല മോളിക്കുട്ടി. അത് കൃഷ്ണ, ഒന്നും ഇല്ലാതെയല്ലോ എന്റെ മനസ്സിൽ ഈശ്വരൻ എന്തൊക്കെ കാണിച്ചു തന്നത്. നീ വന്നേ, വാ. കുറച്ചു സമയം ഞങ്ങളെയൊക്കെ പേടിപ്പിച്ചല്ലോ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആക്സിഡന്റിൽ എനിക്ക് എന്തെങ്കിലും? കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് അത് സംഭവിച്ചതിന്റെ ഷോക്കിൽ വീണുപോയതാന്ന് തോന്നുന്നു. ഈ ട്രിപ്പ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാം. നോ അതർ ഇഷ്യൂസ്. താങ്ക് യു ഡോക്ടർ. ആളുടെ അച്ഛൻ പുറത്തുണ്ടാകുമല്ലോ അല്ലേ? ഉണ്ട് ഡോക്ടർ. ഞാൻ പോയി വിവരം പറഞ്ഞു. ഡോക്ടർ. ശരി. എന്നാലും സാറ് നല്ല ആളാ സാറേ. ഞാൻ ആ ഭക്ഷണം വാങ്ങി വരുന്നവരെ സാറിന് അവിടെ നിൽക്കാൻ പാടില്ലായിരുന്നോ? എന്റെ നെഞ്ചിനൊരു കല്ലെടുത്ത് വെച്ച പോലെയാ. ഇപ്പോഴത് ഇറങ്ങിയിട്ടില്ലെന്നേ. സോറിയടോ. സത്യം പറഞ്ഞ ഞാനവിടെ കാത്തിരുന്നത്. പിന്നെ ഗാഥയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. എങ്ങോട്ടാണ് നടന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. എത്ര ദൂരം പോയെന്നും അറിയില്ല. പോയ ദൂരത്തെ കുറിച്ച് സാറിന് അറിയില്ലായിരിക്കും, പക്ഷെ അറിയേണ്ടവരത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട് സാറേ. ആരെക്കുറിച്ചാ താൻ പറയുന്നത്? ഗാഥാമഠത്തെ കുറിച്ച്. വേണ്ട മണിക്കുഞ്ഞെ, ഇനി ഗാഥയെക്കുറിച്ച് പറഞ്ഞ് എന്നെ വേദനിപ്പിക്കണ്ട. ഗാഥ എന്നോട് നന്നായിട്ട് പെരുമാറിയ നിമിഷങ്ങളൊക്കെ ചിത്രങ്ങൾ പോലെ എൻ്റെ മനസ്സിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് തൊട്ടടുത്ത് ഗാഥയുടെ ഏറ്റവും മോശം നിമിഷങ്ങളുണ്ട്. അതോർക്കുമ്പോൾ പേടിയാ. സാറിനെ പേടി മാറ്റിത്തരാൻ നല്ലൊരു സർപ്രൈസ് ഞാൻ കാണിച്ചു തരാം. ഈ കിടപ്പ് കിടക്കുമ്പോഴോ? അതിനെന്താ സാറേ, ഈ കിടപ്പ് കിടന്നോണ്ട് തന്നെ അത് കാണണം. ഞാനിപ്പോ വരാം. ഇനി പേടിക്കൊന്നും വേണ്ട. കുറച്ച് സമയത്തിനുള്ളിൽ ഹി വിൽ ബി ഓൾ റൈറ്റ്. ഒരു കുഴപ്പമില്ല. ഡോക്ടർ, ആക്സിഡന്റ് ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നതിനിപ്പോ എന്താ എന്റെ കുട്ടി? നവീനെ സംബന്ധിച്ചിടത്തോളം അയാൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ? കൃത്യസമയത്ത് മോളെത്തിയത് നന്നായി. മോളെ, അച്ഛനും മോളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. മോളിങ്ങോട്ട് തോന്നേ. വാ മോളെ. ഈ ഗാഥമഠം ഇത് എവിടെ പോയിരിക്കോ? ഇതിവിടെ നിൽപ്പുണ്ടായിരുന്നോ? എന്തെങ്കിലും ചോദിച്ചാളുടെ വായിലിരിക്കേണ്ടി കേൾക്കേണ്ടി വരുമോ? എന്നെ പറഞ്ഞാൽ ഞാനും തിരിച്ചു പറയും. ഹലോ, തമീ സാർ ഓക്കെ ആയി. ഗാഥാമഠം എവിടെ?
ഗാഥാമേട എവിടെയാണെന്നേ ഗാഥാമേടത്തിന്റെ വീട്ടിൽ പോയി ചോദിക്കണം. ദേ, 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 ഒരുമാതിരി ഓട്ടോ സ്റ്റാൻഡിലെ വർത്താനം എന്റെ അടുത്ത് നീ പറയരുത് കേട്ടോ. തന്റെ അടുത്തോട്ടുള്ളൂ കഥ നമ്മുടെ നിന്നിരുന്നേ. ആ എനിക്ക് ഈ ആക്സിഡന്റ് ഒക്കെ കണ്ടപ്പോ നന്നായിട്ടങ്ങ് വിശന്നു. അതുകൊണ്ടേ ഗാഥാമേടത്തിനെ ഞാൻ എടുത്തങ്ങ് തിന്നു. ശരിയാടി, നീ ശരിക്കും നിന്നിട്ടുണ്ടാവും രാക്ഷസി. ആ ഞാൻ സമ്മതിച്ചു. താൻ പിന്നെ ദേവനാണല്ലോ, ആ മുഖത്ത് തന്നെ എന്തൊരു കലയാ. അത് താൻ മാത്രമല്ല, പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ദേവനാന്ന്. ആ ഈ മോന്ത നോക്കിട്ടോ. അല്ല അപ്പൊ പിന്നെ ദേവന്മാർക്ക് എന്താ വില? കണ്ടോ കണ്ടോ, നീ ഈ തലവെച്ച സംസാരം പറയുന്നോണ്ടാ നിനക്ക് ഈ ഭൂലോകത്തുനിന്ന് ചക്കര കിട്ടാത്തത്. നിന്നെ സ്വഭാവം അനുസരിച്ച് നിന്നെ കെട്ടുന്നവൻ നിന്നെ തല്ലിക്കൊല്ലും. അല്ലെങ്കിലേ ഇനി ഒരിക്കലും പെണ്ണെന്ന വർഗത്തെ കാണരുതെന്നും പറഞ്ഞ് എവിടെങ്കിലും ഒളിച്ചോടി പോവും. അല്ല ഈ പറയുന്ന ആള് 3-4 കെട്ട് കഴിഞ്ഞ ആളാണല്ലോ അല്ലേ? എടോ ഞാനേ ഒന്നുമില്ലെങ്കിൽ ഒരു പെൺകുട്ടിയാ. പക്ഷെ താനോ വയസ്സനോ? ഞാനോ? പിന്നല്ലാതെ. തന്നെ കണ്ടാലേ എത്ര വയസ്സ് തോന്നിക്കുമെന്ന് വിചാരിച്ചിട്ടാ? ഏറ്റവും ചുരുങ്ങിയത് ഒരു 70. 70? പിന്നല്ലാതെ. ആ കളരിക്കൽ വെച്ച് ഞാൻ കാണുമ്പോഴേ സത്യമായിട്ടും അവിടുത്തെ മുത്തശ്ശിയുടെ ക്ലാസ്മേറ്റ് ആണെന്നാ ഞാൻ കരുതിയത്. ഒരാളെ അപമാനിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് കേട്ടോ. നിയന്ത്രണം വിട്ടാലേ ഞാൻ എന്താ ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. താൻ എന്ത് വേണമെങ്കിലും ചെയ്തോ. ആഹാ, എന്നാലേ ഞാൻ ഈ കഴുത്തു പിടിച്ച് എനിക്കൂടി. എന്ത് പറ്റി? എന്താ സാറേ പറഞ്ഞിട്ട് ചുമ്മാതെ നിക്കുന്നേ? പിടിച്ച് ഞെക്കാത്തത് എന്താ? ഒരുപാട് അഹങ്കരിക്കരുത്. സ്ത്രീകളുടെ ദേഹത്ത് കൈവെക്കരുത് നീ മോണ്ടി. പക്ഷെ ഞാൻ കൈവെക്കണോ തീരുമാനിച്ചാലേ പൊന്നുമോളെ നിന്നെ ശരിയാക്കളി. ഒന്നുമില്ല. താൻ പെണ്ണുങ്ങളെ കയറി പിടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. അയ്യോ അത് അങ്ങനെയല്ല. തന്നെ പോലുള്ള കുറെ ഞരമ്പ് രോഗികള് ഏത് ഹോസ്പിറ്റലിലെ വരാന്തയിലും ഉണ്ടാവും, വായി നോക്കികള്. കേട്ടോ നീ കേട്ടോ, നിന്നോട് സംസാരിച്ചതിന് അവരെന്നെ വിളിച്ചത് കേട്ടോ, വായി നോക്കിയെന്ന്. എടി നിന്റെ അടുത്ത് നിന്ന് നിന്നെ വായി നോക്കിയെന്ന് ഏതെങ്കിലും ഒരുത്തർ എന്നോട് പറഞ്ഞ അതിൽ ഭേദം ഞാൻ ചത്ത പോരടി. ഈ ആശുപത്രി വിട്ട് നീ പുറത്തോട്ട് ഇറങ്ങടി. ഞാൻ ആരാണെന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പോലീസിനെ വിളിക്കണോ? അയ്യോ വേണ്ട വേണ്ട, പോലീസിനെ വിളിക്കണ്ട. ഞാനിപ്പോ തന്നെ പൊക്കോളാം. പെങ്ങൾ പൊക്കോ പൊക്കോ. അയ്യോ ആ ഓഫീസിൽ ചെന്ന് മര്യാദക്ക് ഇരിക്കേണ്ടതല്ലേ? ഇവിടുന്ന് പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കണമെന്ന് ഇത്രയ്ക്ക് വാശിയാണോ? അയ്യോ ദേ നേഴ്സ്. നിന്നെ ഞാൻ അടുത്തോളാടി. അത് വേണ്ടി വന്നു മോളെ. നവീനും ഗാഥയും കൂടി ഇനി ഒന്നിച്ച് ജീവിക്കുന്നത് അവന്റെ മനസ്സിന്റെ താളം തെറ്റിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിത്തുടങ്ങി. അതുകൊണ്ടാ ഡിവോഴ്സിനെ കുറിച്ച് കാര്യമായി ചിന്തിച്ചത്.